നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിൽ 12 ദിവസമായി തുടരുന്ന യുദ്ധം കേവലം സൈനികമായ ഒരു ഏറ്റുമുട്ടൽ എന്നതിലുപരി ആഗോള സാമ്പത്തിക ക്രമത്തെയും പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയും സാരമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഡ്രോൺ അധിഷ്ഠിത നീക്കങ്ങൾ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ലഭ്യതയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ അതീവ ഗുരുതരവുമായ ഒന്നാണ് വളം വിതരണ ശൃംഖലയിൽ നേരിടുന്ന തടസ്സങ്ങൾ. ഏകദേശം 147 കോടി ജനങ്ങൾക്ക് അന്നം നൽകുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലെ നേരിയ ചലനങ്ങൾ പോലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെയും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയും നേരിട്ട് ബാധിക്കുന്നതാണ്. യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച ആഘാതത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുണ്ടാകുന്ന ഈ പ്രതിസന്ധി ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ അനൗദ്യോഗിക നിയന്ത്രണമാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയാണ് ഇന്ത്യയുടെ വളമിറക്കുമതിയുടെ പ്രധാന ഭാഗവും വരുന്നത്. ഇന്ത്യയുടെ മൊത്തം വളം ഇറക്കുമതിയുടെ 20 മുതൽ 25% വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. നൈട്രജൻ വളങ്ങളായ യൂറിയ, അമോണിയ എന്നിവയുടെ 63% സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെത്തുന്നത്. ഇതിനു പുറമെ രാജ്യത്തെ പൊട്ടാഷ് ഇറക്കുമതിയുടെ 42% സൗദി അറേബ്യയിൽ നിന്നാണ്. ഇറാനിൽ നിന്നുള്ള നേരിട്ടുള്ള വളം ഇറക്കുമതി കുറവാണ് എങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഹോർമുസ് കടലിടുക്ക് വഴി തന്നെയാണ് വരേണ്ടത്. ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കടലിടുക്ക് അടയ്ക്കപ്പെട്ടാൽ ഈ വിതരണ ശൃംഖല പൂർണ്ണമായും തകരുവാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന ഖരീഫ്, റാബി കൃഷി സീസണുകൾക്ക് മുന്നോടിയായി വളം വിതരണത്തിലുണ്ടാകുന്ന കുറവ് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ജൂൺ, ജൂലൈ മാസങ്ങളിൽ നടക്കേണ്ട വിതയ്ക്കൽ പ്രക്രിയയെ ഇത് തടസ്സപ്പെടുത്തിയേക്കാം. യുദ്ധം കാരണം കപ്പൽ ഗതാഗതത്തിനും ഇൻഷുറൻസിനും വന്നിട്ടുള്ള വർധനവ് വളം വില കുതിച്ചുയരുവാൻ കാരണമാകും. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളമിറക്കുമതി ഏകദേശം $18 ബില്യൺ എന്ന റെക്കോർഡ് നിലയിലേക്ക് എത്തുമെന്നായിരുന്നു പ്രവചനം. വിപണിയിൽ വില കൂടുമ്പോൾ അത് കർഷകർക്ക് അമിതഭാരമാകാതിരിക്കാൻ സർക്കാർ വലിയ തുക സബ്സിഡിയായി നൽകേണ്ടി വരുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ബാധിക്കും. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുക്കുമ്പോൾ കാർഷിക മേഖലയിലെ അസംതൃപ്തി ഒഴിവാക്കാൻ പ്രീമിയം വില നൽകിപ്പോലും വളം ശേഖരിക്കുവാൻ സർക്കാർ തയ്യാറാക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഏക പോംവഴി. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെ മറികടക്കുവാൻ സഹായിക്കും. എന്നാൽ ചൈനയോടുള്ള അമിത ആശ്രിതത്വം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത് എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതിനൊപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ യൂറിയ നിർമ്മാണത്തിന് ആവശ്യമായ പ്രകൃതിവാതകം പ്രധാനമായും ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനവും യുദ്ധത്തിൻ്റെ നിഴലിലാണ്. എങ്കിലും വളം സംഭരണം നിലവിൽ സുരക്ഷിതമാണ് എന്നും അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണോ എന്നുമാണ് സർക്കാർ നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.